ഈശ്വര എന്നും തുണയായിരിക്കും. തേടി തേടി ഞാനലഞ്ഞു, പാടി പാടി ഞാൻ തിരഞ്ഞു, ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂകളായി, ഹൃദയം തേടുമാശകളായി, തേടി തേടി ഞാനലഞ്ഞു. എടി പെണ്ണ, ഈ കപ്പോര എരിയുന്ന പോലെ എന്റെ വയറരിയുന്ന ഒരു കാപ്പി ഉണ്ടായി കൊണ്ടുപോവാ. എടാ മോനെ, നീ ഇങ്ങനെ രാവകളില്ലാണ്ട് പാടിക്കൊണ്ടിരുന്നാൽ ഈ കുടുംബത്തിന്റെ സ്ഥിതി എന്താകും? അമ്മ വിഷമിക്കാതിരിക്കും. ഞാനൊരു നല്ല ഗായകനാണെന്ന് എല്ലാരും പറയും. എനിക്ക് തീർച്ചയായും നല്ലൊരു ഭാവി ഉണ്ടായിരിക്കും അമ്മേ. എന്റെ പൊന്നു മോനെ, നീ ഈ കലയെന്നും സംഗീതമൊന്നും പറഞ്ഞ് ജീവിതം നശിപ്പിക്കാതെ BA പാസ്സായി നിനക്ക് ജോലി കിട്ടാൻ ഇത്രയ്ക്ക് വിഷമമാണ്. അമ്മേ, BA പാസ്സായാൽ എളുപ്പമാണ്. കുറെ കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ചാൽ മതി. പക്ഷെ കലാകാരനാണെങ്കിലേ അവന് ജന്മവാസന വേണം. അമ്മ നോക്കിയോ, ഈ സംഗീതം കൊണ്ട് ഞാൻ പണം ഉണ്ടാക്കും. നീ കൈ നിറയെ ശമ്പളം വാങ്ങിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മരിക്കാൻ ഒക്കുമോ ജയ? അമ്മ, എനിക്ക് റേഡിയോ സ്റ്റേഷനിൽ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. ആ പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ എനിക്ക് ധാരാളം പ്രോഗ്രാം വരും. എന്നിട്ട് ഞാൻ ധാരാളം പണം സമ്പാദിക്കും. അതിനുശേഷം ഗീതയ്ക്കൊരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് അവന് ഞാൻ അവൾ വിവാഹം കഴിച്ചു കൊടുക്കും. പിന്നെ ഞാൻ മനോഹരമായൊരു വീട് കെട്ടും. അത് ഞാൻ അമ്മയുടെ പേരിടും, പാർവതി മന്ദിരം. ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ അമ്മയ്ക്ക് സംശയമായിരിക്കും. എല്ലാം നടക്കും അമ്മേ. അയ്യോ, ഇത് കാപ്പിയോ കഷായമോ? എന്താ മോളെ, പഞ്ചസാര ഇട്ടില്ലേ? മറന്നുപോയോ? പഞ്ചസാര തീർന്നുപോയി. എന്നിട്ടെന്താ എന്നോട് പറയാൻ? ഞാൻ പറഞ്ഞാൽ ഉടനെ അമ്മ കുട്ടമ്പളയുടെ കടയ്ക്ക് ഓടും. വാങ്ങിച്ച കടം തന്നെ ഇനിയും തിരിച്ചു കൊടുത്തിട്ടില്ല. വേണ്ടാമേ, കടം വാങ്ങിച്ച് വാങ്ങിച്ച് നമ്മൾ ഒടിഞ്ഞു. ഇനി വാങ്ങിച്ച് നമ്മൾ എവിടെ പോയി നിൽക്കും? എടി, തലയിരിക്കുമ്പോ വാളാടരുത്. കടം കിട്ടുന്ന എന്റെ ജോലിയാണ്. ഞാനാണ് ഈ വീട്ടിലെ ഗ്രഹനാഥൻ. ഗ്രഹനാഥൻ, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാവും. എങ്കിൽ നീ എത്രയോ മുമ്പ് ഒരു ജോലി സമ്പാദിക്കുമായിരുന്നു. ഞാനൊരു ജോലിക്ക് ശ്രമിക്കട്ടെ. നിനക്ക് എന്ത് ജോലി കിട്ടാനാ മോനെ? എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അമ്മേ. അമ്മേ, ഇവളെന്നെ കളിയാക്ക്. അവൾ പറഞ്ഞാൽ എന്ത് വേണത്? അവൾക്കെങ്കിലും ഒരു കൽപ്പത്തിൽ തോന്നിയല്ലോ. നീ ഇവിടെ അറുമണിയാ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. നീ തന്നെ പാട്ട് ഗംഭീരമായിരുന്നു. താങ്ക് യു. വേറെ മേശയ്ക്കൊന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചുകൂടെ? എന്താ വീഴ്ചയായിരുന്നു. ആ ബില്ല് കൊണ്ടുവരും. സ്വാമി, സ്വാമി, സ്വാമിയുടെ സ്വാമി, സ്വാമി, എന്റെ പട്ടിക്ക് എന്താണ് കൊടുത്തത്? വന്ന പാലി പട്ടിക്ക് കൊടുത്തതാണ്. നോൺസെൻസ്. കണ്ടാൽ കേസ് എന്റെ പട്ടിക്ക് കൊടുത്തോ? നിങ്ങൾ എന്തിനാണ് തല്ലിയത്? നീ ആരോടാ ചോദിക്കാൻ? ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. ഭയങ്കര എണ്ണല്ലേ ഈ പെണ്ണുമ്പോഴാണ് തല്ലിയത്. ആരാണ് നിന്റെ പെട്ടി? ഈശ്വരനോട് എല്ലാത്തിനും ഞാൻ സമാധാനം ഉണ്ടാക്കാം. മാറ. ഹലോ, രാജേന്ദ്രൻ, ഹിന്ദു പബ്ലിഷിംഗ് കമ്പനി. രാജേന്ദ്രൻ സാർ തന്നെയാണോ സംസാരിക്കുന്നത്? അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ മാനേജർ വേണുവാണ് സംസാരിക്കുന്നത്. എന്നെ അദ്ദേഹമായിട്ടും കരുതാം, അദ്ദേഹത്തെ ഞാനുമായിട്ടും കരുതാം. അതാണ് ഞങ്ങളുടെ ബന്ധം. നിങ്ങളാരാ? ഞാൻ ഗാർഡൻ ഹോട്ടലിലെ മാനേജറാണ് സംസാരിക്കുന്നത്. എന്താ പതിവുപോലെ സിന്ധു ഇന്നും അവിടെ കാപ്പി കഴിക്കാൻ വന്നിട്ടുണ്ടാവും അല്ലേ? വന്നെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഒരു ജോലിക്കാരന്റെ കരണക്കുറ്റിക്ക് തന്നെ ഒരു അടി കൊടുത്തു.
സത്യമോ? അതേതായാലും നന്നായി. കൃത്യം എത്ര മണിക്കാണ് അടി പൊട്ടിയത്? ഇതാ ഇപ്പോൾ ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. സാരമില്ല, രാഹുകാലം കഴിഞ്ഞിട്ടാണ് അടിച്ചിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, വർക്കത്തുള്ള കൈയാണ്. അടികൊണ്ട് ആൾക്ക് താമസിയാതെ പ്രൊമോഷൻ കിട്ടും. നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? അതെ, എടുത്ത കൈയുണ്ടോ വലത്തെ കൈയുണ്ടോ അടിച്ചത്? ഇവിടെയെങ്കിലും ആരുമില്ല. ഞാനും രഹസ്യം പറയട്ടെ, ഞാനും ഒരു അടി വാങ്ങിച്ചതാ. അന്ന് ഇടത്തെ കൈണ്ടാ എന്നെ അടിച്ചത്. ആ ഇടത്തെ കൈയും പൊക്കിപ്പിടിച്ചോണ്ടുള്ള ഒരു നിപ്പുണ്ടല്ലോ, അത് കാണേണ്ട ഒരു കാഴ്ചയാ. മഹാലക്ഷ്മി നിങ്ങൾ മനുഷ്യനെ പറ്റിക്കാണല്ലേ? നിങ്ങൾ അങ്ങനെ വിചാരിച്ചത്? സാധാരണ സിന്ധുവിന്റെ സ്വഭാവം അനുസരിച്ച് ഹോട്ടൽ മാനേജരെയാ തല്ലുക. നിങ്ങൾ ഉത്തരവാദിത്വം സംസാരിക്കുമല്ലോ. ഉത്തരവാദിത്വം തോന്നുന്നവരാണെങ്കിൽ നമ്മൾ ഈ മാനേജർ ജീവിതത്തിന് വരുമോ സാർ? അതുകൊട്ടെ, ഇന്ന് എന്തെല്ലാം നമ്മൾ പലഹാരങ്ങൾ? തന്റെ തലയുണ്ട്. യു ഇഡിയറ്റ്, ഫൂൾ, സ്റ്റുപ്പിഡ്. അല്ല, പലഹാരങ്ങളുടെ പേരൊക്കെ മാറിയിരിക്കുന്നുണ്ട് സാറേ. സാറേ, ആ ഇഡിയറ്റ് എന്ന് പറയുന്ന പലഹാരം ഉണ്ടല്ലോ, ഒരു 2 പ്ലേറ്റ് പാഴ്സലായിട്ട് ഞാൻ ഇടിയട്ടെ എന്നൊരു പലഹാരം. സാർ ഏതോ ഒരു ഹോട്ടൽക്കാരുടെ വിലകൂടുന്ന ലക്ഷണമുണ്ട്. കുട്ടാ, ഈ വീട്ടിലെ ഒരു അരിത്ത മോളുണ്ടല്ലോ, ഓമന സന്താനം, ലോകം മുഴുവൻ നടന്ന് വഴക്കടിക്കുന്ന ചട്ടമ്പി കല്യാണി. ഈ മാനേജർ പേരുണ്ട്, ഈ വീട്ടിൽ സ്ഥാനമുണ്ടോ? അയാൾ വിളിച്ചാൽ എന്തെല്ലാം നടക്കുന്നു? രാജേന്ദ്രൻ സാർ വരുമ്പോൾ ഞാൻ അക്ഷരം കൊടുത്തു. സാറെന്തിന് ഇത്ര ധൃതി പിടിക്കുന്നത്? സമാധാനമായിട്ട് ഒരിടത്തെങ്കിൽ ഇരുന്ന് വരച്ചു. ഇരുന്ന് വരയ്ക്കാനോ? ചുമ്മാല്ല നീ ഈ കളസമൊക്കെ ഇട്ട് ഈ വിടുവേലം ചെയ്ത് നടക്കുന്നത്. സാറ് കാറിൽ വരുമ്പോ മനോഹരമായ എന്തെങ്കിലും സീനറി കണ്ടു കാണും. ഉടനെ ഇങ്ങോട്ട് വന്നു, ബ്രഷ് എടുത്തു, പ്രസവം തുടങ്ങി. പ്രസവം നടക്കുന്നു. പ്രസവമാ? പ്രസവം തന്നെ പ്രസവമാണോ? ഞാൻ ആലങ്കാരികമായിട്ട് പറയല്ലേ നമ്മളെ പെട്ട. ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെ? ഇതിന് യോജിച്ചൊരു പേര് പറയാം. കുട്ടനൊരു പേര് പറയാം, ഇരട്ടത്താറാവുകൾ. ചെറകടിച്ച് വാങ്ങുന്ന പക്ഷേ ആ താറാവ്. നീ ആ താറാവ്. വേണു ഒരു പേര് പറയാം. മോളിൽ പറക്കുന്ന സാറ് തന്നെ. സാറിന്റെ നേരെ താഴെ ഇങ്ങനെ പറന്ന് അകന്നു പോകുന്ന, ശാന്തമായിട്ട് പോകുന്ന ആ പക്ഷി സാറിന്റെ അനിയത്തി ചിന്തുക്കുഞ്ഞു. അതുകൊണ്ട് ഈ ചിത്രത്തിന് ചേട്ടന്റെ തണലിൽ എന്ന് പേരുണ്ട്. വെരി ഗുഡ്. അപ്പൊ വേണു ഞാൻ വിചാരിച്ചതുപോലെ മണ്ടനല്ല. താങ്ക് യു സാർ. എനിക്ക് തന്നെ അതിശയമാണ് എന്റെ തലയിൽ ഈ ഐഡിയ ഒക്കെ എങ്ങനെ വന്നു. എത്ര നല്ല പേര്. ഈ പക്ഷി തന്റെ ചങ്ങാതിയെ വെയിലിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ ഞാൻ എന്റെ അനുജത്തിയെ അല്ലലറിയിക്കാതെ വളർത്തും. പക്ഷേ സാറ് അതിര് കടന്നുള്ള വാത്സല്യം കാണിക്കുന്നുണ്ട്. സിന്ധുക്കുഞ്ഞ് അതിര് കടന്ന് ചില പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. എന്ത്? അവൾ എന്ത് ചെയ്തു? സിന്ധുക്കുഞ്ഞ് ശരാശരി ദിവസം 10 വഴക്കെങ്കിലും ഉണ്ടാക്കും. 2 പേരെങ്കിലും ആക്രമിക്കും. ഇന്ന് നമ്മുടെ ഗാർഡൻ ഹോട്ടലിലെ ഒരു ക്ലീനറുടെ കാരണക്കുറ്റി കടിച്ചു. ഓഹോ, അവൾ വരട്ടെ, ഞാൻ ചോദിക്കാം. ആരോടാ? ഹോട്ടൽ മാനേജരോടോ? വേണു, ഞാൻ വേണ്ട വേണ്ട എന്ന് വെക്കും തോറും അവൾ തികഞ്ഞ മുൻകോപിയായി വളരുകയാണ്. ഇന്ന് അവൾ വരട്ടെ, ഞാൻ കണിശമായി ശിക്ഷിക്കും. സിന്ധു, നിൽക്കവിടെ. എന്തോ ചേട്ടാ? നീ ആ ഹോട്ടലിലെ ക്ലീനറുടെ കരണത്തടിച്ചോ? അടിച്ചോ? അടിച്ചു. എന്താ? അവൻ എന്റെ ടോമെ കൊണ്ട് വെച്ചുടീറ്റിച്ചു. അത് ആരുടെ വെച്ചിട്ടാണെന്ന് ആർക്കറിയാം? ഒരുപക്ഷെ ക്ഷയരോഗിടാവാം, കുഷ്ഠരോഗിടാവാം. അതുകൊണ്ട് ഞാൻ അവനെ അടിച്ചു. ഞാൻ അടിച്ചതിൽ എന്താണ് തെറ്റ്? യാതൊരു തെറ്റുമില്ല. അയാളാണ് തെറ്റ് ചെയ്തത്. മിസ്റ്റർ വേണു എന്നോട് പറഞ്ഞു. ആണോ മിസ്റ്റർ വേണു? ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? അയ്യോ, ഒരു തെറ്റുമില്ല. അവനെ ജോലിക്ക് വെച്ചിരിക്കുന്ന ഹോട്ടൽ മാനേജർ ഉണ്ടല്ലോ, അവനെ അടിക്കണം. നമ്മുടെ പട്ടിക്ക് എച്ചിലിട്ടുള്ള ആ ക്ലീനർ ഉണ്ടല്ലോ, അവന് ഒരു ക്രിമിനൽ കേസ്. That's good.
ശരി ശരി, നീ വല്ല ക്ഷീണിച്ച് പോയി. എന്റെ പൊന്ന് സാറേ, ഇത്ര വലിയ തത്വമെല്ലാം പറഞ്ഞിട്ട് മദാമെ കണ്ടോടനെ കവാത്തങ്ങ് മറന്നുപോയല്ലേ. ഈ കാലുമാറ്റം വേണമായിരുന്നു. എനിക്കും മുതലാളിക്കും കൂടെ 4 കാലം. മുതലാളി കാല് മാറി, ഞാനും കാല് മാറി. ഇങ്ങനെ അവസരം അനുസരിച്ച് ബുദ്ധി മാറ്റുന്നതാണ് കുശാഗ്ര ബുദ്ധി എന്ന് പറയും. അല്ല കുട്ടാ, ഞാൻ ആലോചിക്കാണ്, ഈ കുഞ്ഞിനെ സംബന്ധം ചെയ്തുകൊണ്ട് പോകുന്ന ദിവസവും അടിവായിക്കാനേ സമയം കാണുള്ളൂ.